ഈ ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികളെ മുഴുവൻ പരിശോധിച്ച ശേഷം നാളത്തെ 10ഓളം ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്ന വനിതാ ഡോക്ടറെയാണ് ഇവർ ക്രൂരമായി മത്സരിച്ചത്. രോഗി എന്ന പേരിൽ വന്ന് വാതിലൊക്കെ അടച്ച് 4 പേര് കയ്യും കാലും ഒക്കെ പിടിച്ചു വെച്ച് മുടി പിടിച്ച് വലിച്ച് അവരെ ചവിട്ടി ആക്രമിച്ച് അവർക്ക് തന്നെ അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ആക്ച്വലി ഇതൊരു ആക്രമണം മാത്രമല്ല, ഒരു വധശ്രമമാണ് അവിടെ നടന്നിരിക്കുന്നത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സീനിയർ വനിതാ ഗൈനക്കോളജിസ്റ്റിനെ വീട്ടിലെത്തി അകാരണമായി വലിയ രീതിയിൽ സംഘം ചേർത്തുകൊണ്ട് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത വലിയ രീതിയിലുള്ള ഞെട്ടലോട് കൂടെയാണ് കേരള മനസാക്ഷി ഈ ഒരു വാർത്തയെ ഏറ്റെടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ്. OP ബഹിഷ്കരിച്ചുകൊണ്ടാണ് നിലവിലുള്ള സമര പരിപാടികൾക്ക് ഡോക്ടർമാർ നേതൃത്വം നൽകുന്നത്. നമ്മളോടൊപ്പം സമരത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർമാർ കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മർദ്ദനത്തിന് ഇരയാവുകയാണല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകുന്നത്? എന്താണ് തുടർന്നുള്ള നടപടികൾ? അത്യന്തം ക്രൂരമായ രീതിയിലാണ് ഈ ഡോക്ടറെ മർദ്ദിച്ചത്. സ്വന്തം പരിശോധന മുറിയിൽ രോഗികളെ പരിശോധിച്ചു. അതും ഈ ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികളെ മുഴുവൻ പരിശോധിച്ച ശേഷം നാളത്തെ 10ഓളം ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്ന വനിതാ ഡോക്ടറെയാണ് ഇവർ ക്രൂരമായി മത്സരിച്ചത്. അവർ മുഖംമൂടി ധരിച്ചു വന്നുകൊണ്ട് അവർ പുരുഷന്മാരാണോ സ്ത്രീകളാണോ എന്ന് വ്യക്തമില്ല. ഇത്തരം ഭീതിജനകമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം രോഗചികിത്സയിൽ രോഗികൾക്ക് എന്തുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ പ്രവചിക്കാൻ കഴിയുന്നതല്ല. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഡോക്ടർമാർക്കെതിരെ ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ ഞങ്ങൾ അത് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഇനി പ്രവർത്തിക്കൂ എന്നുള്ള ഒരു റിസോൾവിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. അനിശ്ചിതകാലമായിട്ട് ഒരു സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പ്രതികളെയും അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം. ഡോക്ടർമാർക്ക് സമാധാനപരമായി ചികിത്സിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നത്. ഈ സമരം വിജയം വരിച്ച് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള അക്രമികളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രച്ഛന്ന വേഷധാരികളായിട്ട് 3-4 പേർ അതിക്രൂരമായി മർദ്ദിച്ച് അവരിന്ന് ICUവിൽ അതീവ ചികിത്സാ സമ്പ്രദായത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ICUവിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അവരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഡോക്ടർമാർക്ക് തീർച്ചയായിട്ടും പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ, പ്രവർത്തിക്കാനുള്ള സുരക്ഷിതത്വം നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ശാഖ ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ പണിമുടക്ക് തുടർന്നും ഉണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും തുടർ നടപടി എന്ന നിലയിൽ ജില്ലാ തലത്തിലും തുടർന്ന് സംസ്ഥാന തലത്തിലും ഈ സമരം വ്യാപിപ്പിക്കും. ഈ കുറ്റവാളികളെ, ഈ അതീവ ക്രൂരത്വം ചെയ്ത ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നവരെ ഈ സമര പരിപാടികൾ മുമ്പോട്ട് പോകും. ഈ അതിക്രൂരമായിട്ടുള്ള ആക്രമണം ഞങ്ങളുടെ ഒരു സഹപ്രവർത്തക ഡോക്ടർ സിനി, ഞാൻ ആ സംഭവം അറിഞ്ഞ ഉടനെ അവിടെ എത്തുകയുണ്ടായി. ആ സമയത്ത് ആ ഡോക്ടറുടെ അവസ്ഥ നിങ്ങളൊന്ന് കാണേണ്ടതായിരുന്നു. ശാരീരികമായിട്ടും മാനസികമായി അവരങ്ങനെ തളർന്നിരിക്കുകയായിരുന്നു. രോഗി എന്ന പേരിൽ വന്ന് വാതിലൊക്കെ അടച്ച് 4 പേര് കയ്യും കാലും ഒക്കെ പിടിച്ചു വെച്ച് മുടി പിടിച്ച് വലിച്ച് അവരെ ചവിട്ടി ആക്രമിച്ച് അവർക്ക് തന്നെ അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അവരിങ്ങനെ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ ഇത് നാളെ ഞങ്ങളിലൊരാളൊക്കെ ആയിരിക്കാം ഇത് സംഭവിക്കുക എന്നുള്ള തോന്നല് ഞങ്ങൾക്കുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ പല സന്ദർഭങ്ങളിലായിട്ട് പല സ്ഥലത്തും പല ആക്രമണങ്ങളും ഡോക്ടർമാർക്ക് നേരെ നടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ വന്ദനാദാസിന്റെ മരണം നമുക്കറിയാം. പലപ്പോഴും സ്ത്രീകളല്ല, എല്ലാ ഡോക്ടർമാരും നിസ്സഹായരാകുകയാണ്. കാരണം നമ്മൾ അടുത്ത് വരുന്ന ഒരു രോഗി നാളെ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നില്ല. അപ്പൊ അതിനോട് എങ്ങനെയാണ് അവർക്ക് പ്രതികരിക്കേണ്ടത്? അവരെല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടല്ല. നാളെ ആക്രമിക്കാൻ വരുന്ന സംഘത്തിനോടാണെങ്കിൽ നമുക്ക് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം, കാരണം ഇവരെന്തെങ്കിലും ചെയ്യാൻ വരുന്നു എന്ന്. ഇത് തീർത്തും നമ്മുടെ ജോലി ചെയ്യുന്ന ഇടയിൽ സംഭവിച്ചതാണ്. ഇത് ആ ഡോക്ടറുടെ ഒരു കുഴപ്പമില്ല. ആ ഡോക്ടർ നോക്കിയ ഒരു രോഗിക്ക് ബ്ലീഡിങ് ഉണ്ടായി, തക്ക സമയത്ത് ഡോക്ടർ വേണ്ട ചികിത്സ നൽകുകയും ഫലിക്കാതിരുന്നപ്പോൾ വേണ്ട ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ ഇവിടെ സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് അത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴിയണത്ര പണ്ടത്തെ കാലങ്ങളെക്കാൾ എത്രയോ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാ ചികിത്സയും എല്ലാ രോഗികൾക്കും ഫലിക്കണമെന്നില്ല. അതിനിടയിൽ ഉണ്ടായ ഒരു കാർഡിയാക് അറസ്റ്റ്, അത് ഈ ഡോക്ടർ എന്താണ് പഠിച്ചത്? ഇങ്ങനെ നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്ത് ഒരു സുരക്ഷയും നമുക്ക് മനസ്സ് തുറന്ന് അല്ലെങ്കിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ നാട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ ചികിത്സിക്കാൻ ഞങ്ങളെ മാനസികാവസ്ഥ നിങ്ങൾ തകരാറിലാക്കുകയാണെങ്കിൽ, ഡോക്ടർ സിനിയുടെ മാനസികാവസ്ഥ കണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. ഈ ഇത്തരം ആക്രമണങ്ങൾ നമുക്ക് വെച്ചു വെറുപ്പിക്കാൻ പറ്റില്ല. അതിന് തക്കതായിട്ടുള്ള ഇടപെടലുകൾ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാവണം. പ്രതികളെ കണ്ടുപിടിക്കണം, അറസ്റ്റ് ചെയ്യണം. ഇത് ഞങ്ങളുടെ ഒരു സൂചനാ പണിമുടക്ക് മാത്രമാണ്. ഇന്ന് തന്നെ എത്ര രോഗികൾ സഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിലും ഈ ഗവൺമെന്റ് ആശുപത്രികളിലും ഇലക്റ്റീവായിട്ട് പോസ്റ്റ് ചെയ്ത സർജറികൾ ഒന്നും ഇന്ന് നടക്കില്ല. OPകൾ ബുക്ക് ചെയ്ത ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനൊക്കെ കാരണം എന്താണ്? ഈ ഡോക്ടർമാർക്ക് നേരെ നടന്ന ആക്രമണം. ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ എത്തിയത് കൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ സൂചനാ പണിമുടക്കാണ്. ഇത്
പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ അതിനുള്ള എഫക്റ്റ് ഉണ്ടായില്ലെങ്കിൽ, അതിനുള്ള ഒരു അധികാരികൾ അതിനുള്ള താല്പര്യം കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ അനിശ്ചിതമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടി വരും. ഇത്തരം മർദ്ദനങ്ങൾ വലിയ രീതിയിൽ തുടർക്കഥയായി സജീവമാണല്ലോ. എങ്ങനെയാണ് അധികാരികൾ ഇത്തരം മർദ്ദനങ്ങളെ നോക്കിക്കാണുന്നത്? നമുക്ക് നല്ലൊരു ആശുപത്രി സംരക്ഷണ നിയമമുണ്ട്. പക്ഷേ ആ നിയമം കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല. ഇന്നലെ തന്നെ ഇങ്ങനൊരു 5:30 സംഭവമാണ്. ഇതുവരെ ഒരു അറസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല. 4 പേരും ഇപ്പോഴും പുറത്തു തന്നെയാണ്. അത് പോലീസുമായിട്ടുള്ള ഒത്തുകളി തന്നെ ആയിരിക്കണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെയുള്ള ആശുപത്രി ആക്രമണം ഉണ്ടായാൽ പോലീസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ അവിടെ വീട് പൂട്ടിപ്പോയി, അവരവിടെ ഇല്ല, അവരെവിടേക്കോ പോയി, വിദേശത്ത് പോയി എന്ന് പറഞ്ഞിട്ട് അവർക്ക് മുൻകൂർ ജാമ്യം നേടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പോലീസ് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതാണ് പൊതുജനങ്ങൾ, സമൂഹം തടയേണ്ടത്. പോലീസിന് മുകളിലും സർക്കാരിന് മുകളിലും ഒരു പ്രഷർ ചെലുത്തിക്കൊണ്ട് ഈ കുറ്റവാളികളെ, ഈ അക്രമകാരികളെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് തുറങ്കത്തിലടച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ നേടിക്കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് കൃത്യമായ പ്രോസിക്യൂഷൻ നടക്കണം. അത് വളരെ സമയബന്ധിതമായിട്ട്. നമുക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ശിക്ഷയല്ല പോകുന്നത്. നമ്മുടെ പുതിയ ആശുപത്രി സംരക്ഷണ നിയമത്തിൽ പറയുന്ന രീതിയിൽ തന്നെ എത്രയും പെട്ടെന്ന് സമയബന്ധിതമായിട്ടുള്ള പ്രോസിക്യൂഷൻ നടക്കണം. അവർക്ക് അർഹമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ കേരളത്തിലെ ഡോക്ടർമാർ പൂർണ്ണമായിട്ടും ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു സമരം മാത്രമാണ്, പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ മാത്രമാണ്. നമ്മൾ എമർജൻസി ഒന്നും മുടക്കിയിട്ടില്ല. ഇനി അത് ജില്ലാ തലത്തിലേക്ക് മാറ്റും. ഏതാനും നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം, അല്ലെങ്കിൽ പിന്നെ സംസ്ഥാന തലത്തിലേക്ക് സമരത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഇത്തരം സ്ഥിരം സംഭവങ്ങൾ ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നാണ് എടുത്തു കാണിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം? ഇന്നലത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അത്ര അതിദാരുണമായിട്ടാണ് ഡോക്ടർ സിനി മാഡത്തിനെ ആക്രമിച്ചത്. അത് അവരെ രക്ഷിക്കാൻ ശ്രമിച്ച സ്റ്റാഫുകളെ, അതിൽ ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരെയും ആക്രമിച്ചു. വേറൊരു സ്റ്റാഫിനെ മുഖം കുത്തിപ്പിടിച്ച് അവരുടെ ആ മുഖത്തൊക്കെ ഇപ്പോഴും ആ മാന്തിയ പാടുകളും എല്ലാം ഉണ്ട്. അപ്പൊ അവരെല്ലാം പേടിച്ചിട്ട് എന്താ പറയാ, ഒരു മരണം തന്നെ. ആക്ച്വലി ഇതൊരു ആക്രമണം മാത്രമല്ല, ഒരു വധശ്രമമാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോ മാഡം ഭാഗ്യം കൊണ്ടാണ് ഇന്നലെ രക്ഷപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു തീവ്രത, നമ്മൾ ആക്രമണം എന്ന് പറഞ്ഞ് അതിനെ കുറയ്ക്കരുത്. ഇത് അത്രയും സിവിയർ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. കൂടെ ഉള്ളവരെയും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് എന്താ പറയാ, ഇതിന് പരമാവധി സമൂഹം സ്ത്രീകളെ സുരക്ഷിത വേണമെങ്കിൽ ആ സ്ത്രീകൾ ആക്രമിച്ചത് സ്ത്രീകളാണ് എന്ന് വിചാരിച്ചിട്ട് അവരെ വെറുതെ വിടരുത്. അതാ എനിക്ക് പറയാൻ. ഒരു സ്ത്രീ എന്നുള്ള ഒരു ദയാദാക്ഷിണ്യവും മാഡത്തിന് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സ്ത്രീ ആയാലും കൊള്ളാം, പുരുഷനായാലും അവർക്ക് മാക്സിമം പരമാവധി ശിക്ഷ മേടിച്ചു കൊടുത്താൽ മാത്രമേ ഡോക്ടർ സമൂഹം ഒരു സമാധാനമായിട്ട് ജോലി ചെയ്യുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഉപയോഗപ്രദമായ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദയവ് ചെയ്ത് ഞങ്ങളെ സുരക്ഷിതരാക്കുക. ഇത് എല്ലാവരോടും, അധികാരികളോടും സമൂഹത്തിനോടുമുള്ള ഒരു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അപേക്ഷയാണ്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഈ ഒരു വലിയ സമരത്തിന് പെരിന്തൽമണ്ണയിലെ രാഷ്ട്രീയ പ്രമുഖരും പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ജില്ലാ ആശുപത്രിയിൽ ഇന്നലെ വനിതാ ഡോക്ടറെ മർദ്ദിച്ച ദൗർഭാഗ്യകരമായ സംഭവത്തിൽ IMAയും അതുപോലെ തന്നെ KGMOയും ഇപ്പോൾ പ്രതിഷേധ പരിപാടി നടത്തുകയാണ്. പ്രതികളെ അടിയന്തരമായി പിടികൂടണമെന്നും അവരെ മാതൃകാപരമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് IMAയുടെയും അതുപോലെ തന്നെ KGMOയുടെയും ഡോക്ടർമാരുടെയും മാത്രം ആവശ്യമല്ല. അതിവിടെ സമാധാനം കാക്ഷിക്കുന്ന പെരിന്തൽമണ്ണയുടെ ഇതപര്യന്തമുള്ള നമ്മുടെ സംസ്കാരവും കീഴ്വഴക്കങ്ങളെയും മഹിതമായി കണ്ടുകൊണ്ട് അതിനെ പരിപോഷിപ്പിക്കുന്ന ആവശ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. മാത്രമല്ല, ഇങ്ങനെ എല്ലാവരും തൊട്ടതിനും തോന്നിയതിനും ഡോക്ടർമാരുടെ മെക്കിട്ട് കയറാൻ നിന്നാൽ അതുകൊണ്ടുള്ള നഷ്ടം അത് പൊതുജനങ്ങൾക്ക് തന്നെയാണ്. ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ ഉണ്ടാകുന്ന അതുമായി ബന്ധപ്പെട്ട റിസ്കിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും അവിചാരിതമായ ആകസ്മികമായ കാര്യങ്ങൾ വന്നു ഭവിക്കുമ്പോൾ പോലീസ് ഡോക്ടർമാരെ നേർക്ക് കയ്യേറ്റം നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും വെച്ചു പൊറിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടുള്ള നഷ്ടം ജനത്തിന് തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ജനപക്ഷത്താണ്. ഒരിക്കലും അങ്ങനെയുള്ള സംഗതികളിൽ ഡോക്ടർമാരുടെ മെക്കിട്ട് കയറാൻ ആരും വരരുത്. അതിൻ്റെ ആത്യന്തികമായ നഷ്ടം ജനങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം ഒരു റിസ്ക് എടുത്ത് ഒരു രോഗിയെ പരിചരിക്കാനും ചികിത്സിക്കാനും സ്വാഭാവികമായിട്ടും ഡോക്ടർമാർ വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യം വരും. അതിൻ്റെ നഷ്ടം ഡോക്ടർക്കല്ല, അതിൻ്റെ നഷ്ടം ആശുപത്രികൾക്കല്ല, അതിൻ്റെ നഷ്ടം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ്. തികച്ചും പ്രതിഷേധാർഹമാണ്. ഏതാനും സാമൂഹിക വിരുദ്ധർ നടത്തിയ ഇത്തരം പ്രവർത്തനം അത് പെരിന്തൽമണ്ണയിലെ ഡോക്ടർമാരുടെ പ്രവർത്തനത്തെയാണ് ആകെ ബാധിച്ചിരിക്കുന്നത്. ഇത് ഈ കേവലം IMAയുടെ ഒരു പ്രതിഷേധമായിട്ടല്ല, ഇത് പെരിന്തൽമണ്ണയിലെ
മനുഷ്യ സമൂഹത്തിന്റെ ഒരു പ്രതിഷേധമായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം കുറ്റകൃത്യം ചെയ്ത ആളുകൾക്കെതിരെ കർശന നടപടി, അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നലെ രാത്രി കഴിഞ്ഞൊരു സംഭവം, ഇന്ന് സമയം 10-11 മണിയോട് അടുത്തിട്ട് പോലും അവരെ അറസ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്തത് പോലീസുകാരുടെ പിടിപ്പുകേടായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് മനുഷ്യ സമൂഹം ദൈവത്തെ പോലെ കാണുന്ന ഈ ഡോക്ടർമാരെ അവർക്ക് സ്വന്തം ഒരു പ്രാക്ടീസ് നടത്താൻ പോലും കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറുക എന്ന് പറയുന്നത് തികച്ചും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കണം. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഒരു ഡോക്ടറുടെ സുരക്ഷ അത് സമൂഹത്തിന്റെ സുരക്ഷയാണ്. രോഗിയെ ഡോക്ടർ പരിശോധിക്കുന്നു, അത് രോഗിയെ സുരക്ഷ ഉറപ്പാക്കുന്നു. അതുപോലെ ഡോക്ടറുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സമൂഹമാണ്, ഇവിടുത്തെ സർക്കാരാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വ്യക്തിപരമായും എൻ്റെ ശാരീരികമായ പിന്തുണയും അതിനുണ്ടാവും ഞാൻ പ്രഖ്യാപിക്കുക. കാരണം ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവരൊരു ജിമ്മിൽ പോയി അല്ലെങ്കിൽ ഒരു പരിശീലനം നേടി ഒരു അക്രമിയെ നേരിടാൻ ഒരുങ്ങി നിൽക്കുന്നതല്ല. നിസ്സഹായരായി വരുന്ന രോഗികളെ അവരെ സഹായിക്കാൻ വേണ്ടി അവരെ കയ്യിലുള്ള ആ സ്റ്റെതസ്കോപ്പും മറ്റു സൗകര്യങ്ങളുമായി അവരൊരു മാലാഖ മാതിരി കാത്തിരിക്കുന്ന ഒരു മാടപ്രാവുകൾ മാതിരിയുള്ള ആൾക്കാരെ നെഞ്ചിലേക്ക് കുത്തി കയറ്റുന്നതും അടിക്കുന്നതും തൊഴിക്കുന്നതും ഒക്കെ. നമ്മുടെ ISRO വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളില്ലേ, ആ ഉപഗ്രഹങ്ങൾ പോലും നമുക്ക് ചിലപ്പോൾ എല്ലാ പരീക്ഷണ നിരീക്ഷണം കഴിഞ്ഞാലും ചിലപ്പോൾ തകർന്നു വീഴാം. ചെറിയ ചെറിയ അപാകതകൾ ഉണ്ടാവും. ആ അപാകതകളെ പരിഹരിക്കുക വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും അക്രമാസക്തമായി എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായ നാട്ടുകാരെല്ലാം ഡോക്ടർമാരെ കൈകാര്യം ചെയ്ത ഡോക്ടർമാർക്ക് എന്ത് സുരക്ഷയാണ് സമൂഹത്തിലുള്ളത്? അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യവും പറയുന്നു, ഞങ്ങൾ ഇതിനെ ശക്തമായി അപലപിക്കുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വളരെ പ്ലാൻ ചെയ്തുകൊണ്ടാണ്, ഒരു കുറ്റകൃത്യ മനോഭാവത്തോടു കൂടിയാണ് ഈ ഡോക്ടർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായിട്ടുള്ളത്. അത് അങ്ങേയറ്റം ഒരു സഡൻ പ്രൊവോക്കേഷനിൽ ഉണ്ടാവുന്ന സംഭവത്തെ പോലും നമ്മൾ പലപ്പോഴും ന്യായീകരിക്കാറില്ല. എന്നാൽ ഇത് വളരെ പ്രകോപനപരവും ഒട്ടും നമ്മുടെ നാടിൻ്റെ അന്തസ്സിനും മര്യാദയ്ക്കും യോജിക്കാത്തതുമായ ഒരു ധിക്കാരമാണ് നാട്ടിൽ നടന്നിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം, പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. വനിതാ ഡോക്ടർക്ക് നേരെയുള്ള മർദ്ദനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഡോക്ടർമാർ ഉയർത്തി കാണിക്കുന്നത്. ഈ ഒരു സമരം സൂചന മാത്രമാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്നാണ് ഇവരെല്ലാവരും ഒരേ സ്വരത്തോടു കൂടെ പറയുന്നത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. ഒരു കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.